അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. ഇന്നലെയും മഞ്ഞാന്നുമായി നല്ല ഇടിയും മഴയുമായിരുന്നു. ശക്തമായ ഇടിയും മിന്നലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. ഒരു 24 വയസ്സുകാരൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച മരണപ്പെട്ടിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിലാണ് ഇടിമിന്നലേറ്റ് ഈ യുവാവ് മരണപ്പെട്ടു പോയത്. കോട്ടന്തല സ്വദേശിയായ പാലക്കാപ്പറമ്പിൽ അബൂബക്കറിൻ്റെ മകൻ മുഹമ്മദ് ആസിഫാണ് ഇതുപോലെ മരണപ്പെട്ടത്. 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റമദാൻ വിട പറയാൻ പോകുന്നു. ദേ 27ാമത്തെ നോമ്പും കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പെരുന്നാളിനെ വരവേൽക്കാനുള്ള ആവേശത്തിൽ നമ്മളെ മറന്നുപോകരുത്. ഈ ഒരു സമയത്താണ് ഒരുപാട് ആക്സിഡന്റ് മരണം സംഭവിക്കാറ്. ഇന്നലെയും മെനഞ്ഞാന്നുമായി ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരുപാട് മക്കളും മരണപ്പെട്ടിട്ടുണ്ട്. ഈ റമദാൻ തുടങ്ങിയത് മുതൽ ഒരുപാട് ചെറിയ മക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. ആ മക്കൾക്കൊക്കെ പടച്ചറബ്ബ് സ്വർഗീയ പൂങ്കാവനം തുറന്നു കൊടുക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന്, ആ മക്കളുടെ കുടുംബത്തിന്, അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെയൊക്കെ ദുആയിൽ അവരെയും കൂടി ഉൾപ്പെടുത്തണം. ആസിഫ് എന്ന ഈ 24 വയസ്സുകാരൻ മരണപ്പെട്ടത് പരപ്പനങ്ങാടിയിലെ പ്രശസ്ത വിനോദസഞ്ചാരമായ ന്യൂകട്ടിൽ അവിടെ ഇരിക്കുകയാണ് ആസിഫിന് മിന്നലേറ്റത്. പ്രദേശത്ത് ആ സമയത്ത് അതിശക്തമായ മിന്നലും ഇടിയുമായിരുന്നു. മിന്നലേറ്റ ഉടനെ തന്നെ ആസിഫിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. നാടിനെ നടുക്കിയ ഒരു മരണമായിരുന്നു ആസിഫിന്റെ. പ്രിയപ്പെട്ടവരെ, വേറെ ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്ത ഈ ഒരു അച്ഛൻ്റെ മരണമാണ്. 33 വയസ്സുകാരനായ വിഷ്ണു എന്ന ഈ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിരിക്കുകയാണ്. വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണിത്. സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 3 വയസ്സുകാരനായ ഇദ്ദേഹത്തിന്റെ മകൻ. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കെ ആ ഒരു 3 വയസ്സുകാരൻ കിണറ്റിലേക്ക് വീണു പോവുകയാണ്. ഇതൊക്കെ കണ്ടു നിന്ന ആ അച്ഛൻ ഒന്നും നോക്കിയില്ല, ഉടനെ തന്നെ കിണറ്റിലേക്ക് എടുത്തു ചാടി. എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, കിണറ്റിലെടുത്തു ചാടിയ ആ ഒരു പാവം മനുഷ്യൻ മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. മകനെ രക്ഷിക്കാൻ വേണ്ടി എടുത്തു ചാടിയ അച്ഛൻ ആ കിണറിൽ മുങ്ങി മരിക്കുകയായിരുന്നു. ആൾമാറയില്ലാത്ത കിണറാണത്രേ. നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ഇങ്ങനെ കിണറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. മക്കൾ ആ അടുത്തേക്ക് പോകാത്ത വിധത്തിൽ എന്തെങ്കിലും കെട്ടിയെങ്കിലും അത് തടസ്സപ്പെടുത്തണം. 3 വയസ്സുകാരനെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ എടുത്തു ചാടിയപ്പോൾ ആ മനുഷ്യനെ തന്നെ രക്ഷിക്കാനാവാതെയായി. അങ്ങനെ അച്ഛനും മകനും കിണറിലായിരുന്നു. ഇത് കണ്ടു നിന്നവരൊക്കെ ആർത്തു വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവരുടെ നിലവിളി കേട്ട് അവിടെയുള്ള അയൽവാസികളൊക്കെ ഓടിയെത്തി. അതിൽ വൈശാഖി എന്ന ഒരു യുവാവ് ഉടനെ തന്നെ കിണറിലിറങ്ങി ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. കുട്ടി ഇപ്പോൾ ഉള്ളത് മെഡിക്കൽ കോളേജിലാണ്. കുട്ടിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. പക്ഷെ അച്ഛനാണ് മരണപ്പെട്ടു പോയത്. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് വാര്യത്ത് വളപ്പിൽ വിഷ്ണു ആണ് മരണപ്പെട്ടത്. 33 വയസ്സ്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ ഈ ഒരു സംഭവം നടന്നത്. മകനെ രക്ഷിക്കാൻ നോക്കിയ അച്ഛൻ ഇന്ന് ഈ ദുനിയാവിൽ ജീവിച്ചിരിപ്പില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ശ്രദ്ധിക്കുക. മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. മിന്നലേറ്റ് മരണപ്പെട്ട ആസിഫിനും കിണറിൽ വീണ് മുങ്ങി മരണപ്പെട്ട വിഷ്ണുവിനും പടച്ചറബ്ബ് സ്വർഗത്തിൽ ഒരിടം നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. ആസിഫിന് വേണ്ടി എല്ലാവരും യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.